മഞ്ഞപ്പിത്തം പോസിറ്റീവായപ്പോഴത്തേനും ഞങ്ങൾ ജീവനം കൊണ്ട് വീട്ടിലേക്ക് ഓടിയിട്ടാണ്. അവിടെയാണെങ്കിൽ മഴ, എവിടെ നോക്കിയാലും മഴ, മഴയോട് മഴ. വീട്ടിലെത്തിയപ്പോഴത്തേനും വാപ്പിച്ച ഐഷാക്ക് പുതിയ സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേനും ഐഷ ഞങ്ങളുടെ വിഷമങ്ങൾ ഭക്ഷണം കഴിച്ച് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ദോശയും സാമ്പാറും എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കൊരു സമാധാനത്തിനും എനിക്കൊരു കൂട്ടായിട്ടും ഇക്കാക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. റിസൾട്ടാണെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരൂ. ആ ഒരു ഇടവേള ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇക്കാക്കയുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേനും ഞങ്ങളുടെ റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മഞ്ഞപ്പിത്തമുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറുടെ നഴ്സിൻ്റെ ഇടപെടലിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി. അവിടെ നമ്മൾ നേരെ ആസ്റ്ററിലേക്കാണ് വിട്ടത്. മഴ കാരണം കൊണ്ട് കയറി നിന്ന കടയിൽ എൻ്റെ കണ്ണിപ്പെട്ടത് പഴംപൊരിയും വടയൊക്കെയായിരുന്നു. അതൊന്നും കഴിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് പാലും വെള്ളവും മേടിച്ചു ഞങ്ങൾ. സംഭവം ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര സീനില്ലാത്തത് കൊണ്ടും മൈൻഡിനെ റിലാക്സ് ചെയ്യൽ അനിവാര്യമായത് കൊണ്ടും ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലുലു പോയി സിനിമ കാണാമെന്നുള്ളതാണ്. പോണ വഴിക്കാണെങ്കിൽ കാക്ക കൂടെ പറയണ്ടായിരുന്നു പലതും കണ്ണി കാണാം, അതൊന്നും മേടിക്കാൻ പാടില്ല, സിനിമ മാത്രം.